പാറശാല ഷാരോൺ വധക്കേസിൽ കോടതി നിർണായക ശിക്ഷാവിധി പുറപ്പെടുവിച്ചു. കേസിൽ ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷ തടവ് ശിക്ഷയും അന്വേഷണം വഴിതെറ്റിച്ചതിന് 5 വർഷം ശിക്ഷയും ലഭിച്ചു. ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷ തടവും കോടതി വിധിച്ചു. പ്രതിക്ക് പ്രായം കുറവാണെന്ന കാര്യം പരിഗണിക്കാനാവില്ലെന്ന് കോടതി ആദ്യമേ വ്യക്തമാക്കി. 586 പേജുള്ള വിധിയാണ് വായിച്ചത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻ ജഡ്ജി MM ബഷീറാണ് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത്. കേസ് അന്വേഷണത്തിൽ പോലീസിനെ കോടതി അഭിനന്ദിച്ചു. പോലീസ് സമർത്ഥമായി കേസ് അന്വേഷിച്ചു. ശാസ്ത്രീയ തെളിവുകൾ നന്നായി ഉപയോഗിച്ചു. ഗ്രീഷ്മയ്ക്കെതിരെ 48 സാഹചര്യ തെളിവുകൾ ഉണ്ടെന്ന് കോടതി അറിയിച്ചു. വിവാഹ നിശ്ചയത്തിനു ശേഷം ഷാരൂണുമായി പ്രതി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി തെളിഞ്ഞു. കുറ്റകൃത്യം മറച്ചു പിടിക്കാനുള്ള പ്രതിയുടെ കൗശലം വിജയിച്ചില്ല. കുറ്റകൃത്യം ചെയ്തു അന്നു മുതൽ തനിക്കെതിരായ തെളിവുകൾ സ്വയം ചുമന്ന് നടക്കുകയായിരുന്നു. ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിഷം നൽകി കൊലപ്പെടുത്തുമെന്ന് സമൂഹത്തിന് തെറ്റായ സന്ദേശവും നൽകി. സ്നേഹിക്കുന്ന ഒരാളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന സന്ദേശമാണ് ഈ കേസ് നൽകിയത്. ഷാരൂണിന് പരാതിയുണ്ടോ ഇല്ലയോ എന്നത് കോടതിക്ക് വിഷയമല്ല. ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും ഷാരൂൺ ആഗ്രഹിച്ചിരുന്നുമില്ല. 11 ദിവസത്തോളം ഒരു തുള്ളി വെള്ളം ഇറക്കാൻ ആകാതെ ഷാരൂൺ ആശുപത്രിയിലും കിടന്നു. ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലെന്ന വാദം അംഗീകരിക്കാനാകില്ല. വിശ്വാസവഞ്ചനയാണ് ഗ്രീഷ്മ നടത്തിയത്. സ്നേഹബന്ധം തുടരുമ്പോഴും കൊലപ്പെടുത്താനുള്ള ശ്രമം തുടരുകയായിരുന്നു എന്നും കോടതി വ്യക്തമാക്കി.